ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിന്റെ മുന്നേറെ അച്ഛൻ ചോദിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 8ാമത്തെ ക്ലാസ് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സംസാരിക്കുമ്പോൾ ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലെ. പ്രിപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാക്കിന് മുൻപായിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം പറയും. പ്രീ പൊസിഷൻ എന്നാണ് അതിന്റെ പേര്. പ്രീ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറയില്ലേ, മേശയുടെ മുകളിൽ, ഓൺ ദ ടേബിൾ. അവിടെ നമ്മൾ ആ ഓൺ എന്ന് പറയുന്ന വാക്ക് എവിടെയാ ചേർത്തത്? ടേബിൾ എന്ന് പറയുന്ന വാക്കിന്റെ മുൻപേ ചേർത്തു അല്ലെ. അപ്പൊ അതിന്റെ സ്ഥാനം എവിടെയാ? ടേബിൾ എന്ന് പറയുന്ന വാക്കിന്റെ മുന്നേ അല്ലെ. പക്ഷെ നമ്മള് മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയാ? ടേബിളിന്റെ മുകളിൽ. ഫസ്റ്റ് ടേബിൾ പിന്നെയാണ് നമ്മൾ മുകളിൽ അല്ലെ. അപ്പൊ ടേബിളിന് മുകളിൽ എന്നുള്ളത് നമ്മുടെ മലയാളത്തില് മുകളിൽ എന്നുള്ളത് ടേബിളിന് ശേഷം പറയും. പക്ഷെ ഇംഗ്ലീഷില് ഓൺ ദ ടേബിൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ കുറെ വാക്കുകളുണ്ട്. ഓൺ ഉണ്ട്, ഇന്നുണ്ട്, അറ്റുണ്ട്, വിത്ത് ഉണ്ട്, ഓഫ് ഉണ്ട് അല്ലെ, ഫോർ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വാക്കുകളൊക്കെ പോയിട്ട് വലിയ വലിയ വാക്കുകൾ വരും. എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ഉണ്ട്, എമങ് ഉണ്ട് അല്ലെ, ബിക്കോസോ ഉണ്ട്, ബിസൈഡ് ഉണ്ട്, എക്രോസ് ഉണ്ട്, എലോങ് ഉണ്ട്, എബവ് ഉണ്ട്, അണ്ടർ ഉണ്ട്, ടോപ്പ് ഉണ്ട്, ബോട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു ലോഡ് വാക്കുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റ ടേക്കിൽ പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വരുന്ന കുറച്ച് ക്ലാസ്സുകളിൽ നമുക്ക് ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന സംഗതി എന്താണെന്നുള്ള ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ സ്റ്റക്ക് ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത്യാവശ്യം ഗ്രാമറുകളും ടെൻസുകളും ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അവനെ പറ്റി പറയണം എന്ന് പറയുമ്പോ ഈ പറ്റി എന്നുള്ള വാക്ക് എന്താ? കിട്ടൂല അല്ലെ. അവളോട് പറയണം. ഓട് എന്നുള്ള വാക്ക് എന്താ? കിട്ടൂല അല്ലെ. മാർക്കറ്റിലേക്ക് പോണം, ലേക്ക് എന്നുള്ള വാക്ക് എന്താ? ഞാൻ കാരണം അല്ലെ, ഞാൻ കാരണം, അവൾ കാരണം, മഴ കാരണം. കാരണം എന്നുള്ള വാക്ക് എന്താ? ബിക്കോസ്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ വലിച്ചു നീട്ടാതെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഉള്ള വീഡിയോസിൽ പഠിക്കാം. അപ്പൊ സമയങ്ങളേറെ നമുക്ക് നേരെ വീഡിയോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഈ ചെറിയ ചെറിയ പ്രിപ്പോസിഷനുകളായിട്ടുള്ള ഇന്ന്, ഓണ്, അറ്റ്, ഓഫ്, ഫോർ, ഇങ്ങനെ ചെറിയ ചെറിയ പ്രിപ്പോസിഷനുകളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വലുതിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവം എടുക്കാം, ഇന്നെടുക്കാം. ഓക്കെ, ഇന്നും ഓണും അറ്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് വെച്ചാല് ഒരു സാധനത്തിന്റെ ഉള്ളിൽ അല്ലെ. ഇപ്പൊ കാറിന്റെ ഉള്ളിൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഉള്ളിൽ എന്ന് പറയാനാണ് നമ്മൾ ഇന്ന് പറയാം. ഇപ്പൊ കാറിന്റെ ഉള്ളിൽ എന്ന് പറയണമെങ്കിൽ ഇൻ ദ കാർ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ in the fridge. ഒരു ബോക്സിന്റെ ഉള്ളിലാണെങ്കിൽ in the box അല്ലേ. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതിന്റെ ഉള്ളിൽ എന്ന് പറയാനായിട്ട് നമുക്ക് എന്തായാലും ഒരു ഡൗട്ടും വേണ്ട, ഇന്നാണ്. നമുക്ക് വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒരു വാട്ടർ ബോഡി. ഈ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലോ വെള്ളത്തിന്റെ ഉള്ളിൽ അതും നമ്മൾ ഇന്ന് തന്നെ പറയാം അല്ലേ. വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ അതും പറയാം, ഇൻ ദ വാട്ടർ ബോട്ടിൽ, ഇൻ ദ വാട്ടർ ബോട്ടിൽ അല്ലേ. ഒരു ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിന്റെ ഉള്ളിലാണെന്ന് പറയാനും നമ്മൾ ഇന്ന് തന്നെയാണ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ എവിടെ ഇന്ന് യൂസ് ചെയ്യാന്നറിയോ? പ്രധാനമായിട്ട് ഒരു സ്ഥലത്തിന്റെ മുൻപില് മോർണിംഗ് ഒക്കെ പറയാൻ പറ്റൂലേ? അതും പറയാം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, നൈറ്റ് നമ്മൾ അറ്റ് നൈറ്റ് എന്ന് പറയാം. അപ്പൊ ഇത് കാരണം നൈറ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്ഥലമല്ലേ, പ്രഭാതത്തിൽ അല്ലെ. പ്രഭാതത്തിൽ എന്ന് പറയുമ്പോ ഇൻ ദ മോർണിംഗ്. ഇനിയോ ഉച്ചക്ക് നമ്മൾ പറയില്ലേ, അവിടെയാണെങ്കിൽ നമ്മൾ ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയും. ഇനി വൈകുന്നേരത്തിൽ എന്ന് പറയുമ്പോ ഇൻ ദ ഈവനിങ് എന്ന് പറയും. രാത്രി
നമ്മൾ അർദ്ധരാത്രിയിൽ എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ അച്ച് നൈറ്റ് പറയുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു പ്രധാനമായിട്ട് അവിടെ നിന്നു ഞങ്ങട്ടില്ല ഇല്ല, അതുകൊണ്ടാണ് അച്ച് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ചേർക്കുന്നത് സ്ഥലത്തിന്റെ ഫ്രണ്ടില് അല്ലെ. സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ എന്ന് പറയാനായിട്ട് നമ്മള് ഇപ്പൊ താമസിക്കുന്നത് നമ്മൾ എവിടെയാ? ഭൂമിയിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മള് ഇൻ ദ എർത്ത് എന്ന് പറയും. ഇൻ ദ എർത്ത്. ഭൂമിയിൽ നമ്മൾ എവിടെയാ താമസിക്കുന്നത്? തോട്ടേക്കര അല്ല, നമ്മള് ഇന്ത്യയിലാണ് താമസിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഇൻ ഇന്ത്യ എന്ന് പറയും. അപ്പൊ വലിയൊരു ഭൂമി, അതിന്റെ ഉള്ളില് ഒരു രാജ്യം. അതിന്റെ ഉള്ളിലല്ല, അതിന്റെ പുറത്ത് തന്നെയാണ്. പക്ഷെ ആ ഭൂമി എന്ന് പറയുന്നതിൽ ഉള്ള രാജ്യമാണ് അല്ലേ. സത്യം പറഞ്ഞ ഈ ഭൂമി വട്ടത്തിലാവും. വട്ടത്തിലാണ്. പക്ഷെ നമ്മള് ഈ വീടൊക്കെ വെച്ച് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ അത് പരന്ന സ്ഥലമാവും. അതെന്താ അങ്ങനെ കാര്യം? കാരണം എന്താ വെച്ചാല് ഭൂമി ഒരു ഗോളം പോലെയാണെങ്കിലും നമ്മൾ നിക്കുന്ന ഇത് ഒരു സ്ഥലമായിട്ട് കാണും. ഭൂമി ഇപ്പൊ ഇങ്ങനെ ഉരുണ്ടതാന്ന് വിചാരിച്ചോ? വിചാരിക്കി ഒരു പന്താണെന്ന് വിചാരിച്ചോ? ഓക്കെ, ഈ പന്തിന്റെ മുകളില് നമ്മൾ ആകെ ഒരു ഇത്ര നീളമുള്ള ഒരു മനുഷ്യൻ പന്തിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു കടുകുമണി നമ്മൾ പന്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാല് ഈ കടുകുമണിക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എത്ര ഉണ്ടാവുള്ളൂ? കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ഉരുണ്ട സാധനമാണെങ്കിലും കടുകുമണിയുടെ കണ്ണിന് ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അത്രയും ഭാഗം നമുക്ക് പരന്നതായിട്ട് തോന്നും. കാരണം ഇതിങ്ങനെ ബാക്കി ഇങ്ങനെ കുറവാണേ. ഒരു ബോളിന്റെ മുകളിൽ ഒരാള് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ ഭൂമിയാണ് ആ ബോൾ എന്ന് വിചാരിച്ചോ, അപ്പോ ഈ പരന്നത് മാത്രമേ കാണുള്ളൂ. ബാക്കി അങ്ങോട്ട് ചെരിവാണ്, ഇങ്ങോട്ട് ചെരിവാണ്, ഇങ്ങോട്ടും ചെരിവാണ്, അങ്ങോട്ടും ചെരിവാണ്, ഇങ്ങോട്ടും ചെരിവാണ്. ചെരിവല്ല, കർവാണ്. ഫുൾ ഭാഗം കർവാണ്. അപ്പോഴാണ് ആ റൗണ്ട് വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഭാഗം നമുക്ക് പരന്നതായിട്ട് തോന്നും. അതാണ് കുറെ ദൂരത്തേക്ക് നോക്കുമ്പോ കടലൊക്കെ അവിടെ തീർന്നതായിട്ട് തോന്നുന്നത് അല്ലേ. കുറെ കടൽ ഇങ്ങനെ പരന്നതായിട്ട് തോന്നും. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോ കടൽ ഇങ്ങനെ താഴത്തോട്ട് വരികയാണ് അല്ലെ. കാരണം ഭൂമിയിലേക്ക് ഒട്ടി നിൽക്കുകയാണ് വെള്ളമല്ല. വീഡിയോയിലൊക്കെ കാണുമ്പോ മറ്റേ എന്തോ ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ഒരു എന്താ എന്റെ പേര്, ചെറിയൊരു ബോക്സ് പോലത്തെ, കപ്പലോ ബോട്ടോ? അല്ല, ബോട്ടിലൊക്കെ പോകുമ്പോ ഒരാള് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൗണ്ട് ഷേപ്പിലാവും അതന്നെ കാണുക. പക്ഷെ നമ്മള് ശരിക്കും പോകുമ്പോ റൗണ്ട് ഷേപ്പിലല്ല, ആണെന്ന്. അത് എന്തുകൊണ്ടാണ്? അതായത് ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു സാധനത്തിന്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന അത്രയും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭാഗം പരന്നതായിട്ട് തോന്നും. പിന്നെ അത്രയും ഭാഗം ചെരിഞ്ഞ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നത്? ഭൂമിയുടെ സെൻട്രൽ ഭാഗത്തേക്ക് ഈ വെള്ളവും മണ്ണും എല്ലതും ഭൂമി തന്നെ എന്ത് ചെയ്യാണ്? ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ട് ഭൂമി വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോ EVS പഠിക്കുന്നത് ഭൂമിയെ കുറിച്ചുള്ള. ഇതിപ്പോ EVS ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇപ്പൊ ഭയങ്കര എന്താണ് കൺഫ്യൂഷൻസ് ആണ്. ഭൂമി പരന്നതാണോ, ഭൂമി ഉരുണ്ടതാണോ, പിന്നെ ഭൂമി സ്വന്തം കറങ്ങാനായിട്ട് ഒരു ദിവസം അതോ ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്നതുണ്ടോ? ഇതൊക്കെ കൺഫ്യൂഷനെ പഠിപ്പിക്കുമ്പോ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്നാ ചോദിക്കണേ. അപ്പോ നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ പഠിച്ചു വന്നതിനാണ്. നമുക്കൊക്കെ ഈ കൗതുകങ്ങൾ ഉണ്ടായിരുന്നല്ലേ, സ്വാഭാവികമായിട്ടും. അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോ ഇതേപോലുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്നിട്ടുണ്ട്. അത് ടീച്ചറോട് ചോദിച്ചിട്ട് സോൾവ് ആക്കിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഓക്കെ, അപ്പൊ സമയം കളയണ്ട. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഉള്ളിൽ എന്ന് പറയാനായിട്ട് ഇൻ ഇന്ത്യ എന്ന് പറയും. ഇൻ ഇന്ത്യ. ഇനിയോ ആ ഇന്ത്യയുടെ ഉള്ളിൽ നമ്മൾ എവിടെയാ? കേരളത്തിലല്ലേ. അപ്പൊ ഇൻ കേരള. കേരളം കഴിഞ്ഞ പിന്നെ നമ്മൾ ഏതായത് ജില്ലയിലല്ലേ. അപ്പൊ ഇൻ മലപ്പുറം. മലപ്പുറം ജില്ലയിൽ നമ്മൾ എവിടെയാണ്? നിലമ്പൂരല്ലേ. പൂക്കോടുംപാടല്ലേ അല്ലേ? നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ പൂക്കോടുംപാടാണ്. അപ്പൊ ഇൻ നിലമ്പൂർ, ഇൻ പൂക്കോട്ടുംപാടം. അത് കഴിഞ്ഞിട്ട് പൂക്കോടുംപാടത്ത് നമ്മൾ എവിടെയാ? പൂക്കോടുംപാടത്ത് നമ്മൾ തോട്ടേക്കര. അത് ഫൈനൽ സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നമ്മൾ അറ്റു കൊടുക്കണം. അതായത് കൃത്യമായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അവിടെ സ്ഥലത്ത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അറ്റു പറയുന്നു. ഇനിയോ ആ സ്ഥലത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മലപ്പുറം, ഇൻ കേരള,
ഇൻ ഇന്ത്യ, കോഴിക്കോട്, ഇൻ കോഴിക്കോട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ അറ്റും ഇന്ന തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? എവിടെയാണ് അറ്റ് ചേർക്കുക, എവിടെയാണ് ഇന്ന് ചേർക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ്, നിങ്ങളുടെ മോൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അപ്പൊ പറയാ അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയാ? ഇൻ ദുബായ് എന്നാ പറയാ അല്ലെ? അവൻ ദുബായിലാണ്, ഹി വർക്ക്സ് ഇൻ ദുബായ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് വർക്ക്സ് വന്നു. ഹി വർക്ക്സ് ഇൻ ദുബായ്, അവൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇനി അവൻ ദുബായിൽ റാസൽ ഗൈമ എന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോ he works at എന്താ പേര്? റാസൽ ഗൈമ, ആ സ്ഥലം ഇൻ ദുബായ്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ രണ്ട് സ്ഥലം നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. ഇൻ ദുബായ് അറ്റ് റാസൽ ഗൈമ. റാസൽ ഗൈമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദുബായിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റിടുന്നു. ആ സ്ഥലത്തിന്റെ ഉള്ളിൽ എന്ന് പറയാനായിട്ട് ഇന്നിടുന്നു. കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി അതേപോലെ നമ്മള് ഇന്ന് പറയുന്ന വേറൊരു സ്ഥലമാണ്, നമ്മള് വർഷത്തിന്റെ ഫ്രണ്ടില് ഇൻ 1990, ഇൻ 2020 എന്ന് പറയും. ഇൻ 2020 എന്നൊക്കെ കേട്ടിട്ടില്ലേ? 2020, 2000 ഒരു വർഷത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ ഇടുക? ഇന്നാണ് ഇടുക. അതേപോലെ ഒരു സെഞ്ചുറിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഇന്നാണ് ഇടുക. സെഞ്ചുറി എന്നൊക്കെ പറയില്ല നമ്മള്? സെഞ്ചുറിയുടെ ഫ്രണ്ടിൽ നമ്മള് ഇന്നാണ്. ഇൻ 19th century, ഇൻ 20th century, നൂറ്റാണ്ട് അല്ലെ? അതാണ് സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ വർഷത്തിന്റെ മുൻപിലും സെഞ്ചുറിയുടെ ഫ്രണ്ടിലും ഒക്കെ നമ്മള് ഇന്നിടുന്നു. ഓക്കെ. ഇനി ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറയും മേശയിൽ എന്ന് പറയും. മേശയിൽ എന്ന് പറയും. അത് മേശയുടെ മുകളിലുണ്ട്, അത് മേശയുടെ ഉള്ളിലുണ്ട്. നമുക്കിതിന്റെ ഉള്ളിൽ നിന്ന് പറയാനും മുകളിൽ നിന്ന് പറയാനും നമ്മൾ ഇൽ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഓരോ കാര്യം പറയാം. അതായത് ഇപ്പം മേശയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇന്ന് കേൾക്കുമ്പോൾ നമുക്കറിയണം അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഉള്ളിലാണ് അതിരിക്കുന്നതെന്നാണ് ഇന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓട് കേട്ടാൽ നമുക്ക് അപ്പം മനസ്സിലാക്കിക്കൊണ്ടാം അത് അതിന്റെ മുകളിലാണ്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിലാണോ മുകളിലാണോ. നമ്മൾ അതിനെന്താ പറയാ? അത് മേശയുടെ ഉള്ളിലുണ്ട് അല്ലേ? മറ്റത് മേശയുടെ മുകളിലുണ്ട് എന്ന് പറയും. പക്ഷെ ഈ മേശയുടെ മുകളിൽ നിന്നോ മേശയുടെ ഉള്ളിൽ നിന്നോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ മേശയിലുണ്ട്. എന്നിട്ട് നമ്മളവിടെ പോയി തപ്പണം, മേശയുടെ മുകളിലാണോ മേശയുടെ ഉള്ളിലാണോ. അത് മേശയുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ മേശയിലുണ്ട് എന്ന് പറയും. മേശമേ അല്ലെങ്കിൽ മേശയിൽ, ഇത്രയൊക്കെ കേൾക്കുള്ളൂ നമുക്ക്. അപ്പൊ നമുക്കിത് സുപരിചിതമാണ്. നമ്മൾ അവിടെ പോയി തപ്പണം, അല്ലാതെ ആൾക്കാർ വന്നിട്ട് ആ മേശയുടെ മുകളിലുണ്ട് മോളെ, ആ മേശയുടെ ഉള്ളിലുണ്ട് മോളെ, ഇങ്ങനെയൊന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, വളരെ ചുരുക്കം പേരെ പറയുള്ളൂ. നമ്മളുടെ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമർ നോക്കുന്നേ ഇല്ല, ടെൻസ് നോക്കുന്നേ ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള ലൈസൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ തെറ്റിച്ചു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ്. കമന്റ് ബോക്സ് നിറയാണ്. ഞാൻ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ സംഭവിക്കാറുണ്ട് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ പ്ലൂറലിന് പകരം ഞാൻ അവിടെ എസ് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ച സംഭവമാണ്, ഐ വുഡ് ലൈക്ക് ടു ഓർഡർ 2 teas എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ 2 ചായകൾ ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ഈ 2 teas എന്നുള്ളത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ടീ എന്നുള്ളത് വന്നപ്പോഴേക്കും ഇത് വലിയ സെന്റൻസ് ആയപ്പോ ടി കഴിഞ്ഞിട്ട് എസ് അതിൽ ഇടാൻ മറന്നാൽ അതിൽ കാണിച്ചില്ല. അപ്പൊ 2 കഴിഞ്ഞിട്ട് ടീസ് എന്ന് പറയണം. ആ എസ് അവിടെ വന്നില്ല. ചില വാക്കുകളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ വലിയ സെന്റൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ അവസാനം എസ് ഒന്നും വരില്ല, അവസാനത്തെ എസ്റ്ററുടെ ഒന്നും ഫുള്ള് വരില്ല. അതാണ് ഈ എസ്റ്ററുടെ ചിലപ്പോ എസ്റ്ററുടെ ഷോർട്ട് ആക്കിയിട്ട് വൈയും ടിയും ഡിയും വൈ ഒക്കെ മാത്രം ഇട്ടിട്ട് ഞാൻ എസ്റ്ററുടെ ഒപ്പിക്കും. ടുമോറോ ആണെങ്കിൽ TMRW മാത്രം ഇടും. അങ്ങനെ ഇടും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ മലയാളത്തിൽ നമുക്ക് ഇത് പറയാനുള്ള ഒരുപാട് ലൈസൻസ് ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒന്നും സ്പോക്കൺ ഇംഗ്ലീഷിൽ അത്ര വലിയ കാര്യമാക്കണ്ട. മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും സംസാരിക്കാതെ ഇരിക്കരുത്. മിസ്റ്റേക്ക് വന്നോട്ടെ. എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പറ്റും? മീൻസ് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പറ്റും? തെറ്റ് പറ്റട്ടെ. തെറ്റ് പറ്റിയാലേ പഠിക്കുള്ളൂ. ഒന്നും ചെയ്യാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും പറ്റൂല, അയാളൊന്നും പഠിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തെറ്റ് നമുക്ക് ഏറ്റുവാങ്ങാനും മറ്റുള്ള ഒരാൾ നമുക്ക് തെറ്റ് പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിച്ച് തിരുത്താനുള്ള ഒരു മൈൻഡ് മാത്രം മതി. അതുണ്ടെങ്കിൽ എന്ത് പറ്റും?
അത് എല്ലാവർക്കും സമയം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് അടുത്തത് ഓണ്. ഒരു പ്രതലത്തിന്റെ മുകളിലാണെന്ന് പറയാനായിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യും അല്ലേ? ടേബിളിന്റെ മുകളിൽ, ഓൺ ദ ടേബിൾ. ടിവിയുടെ മുകളിൽ, ഓൺ ദ ടിവി. കാറിന്റെ മുകളിൽ, ഓൺ ദ കാർ. ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിന്റെ മുകളിലാണ് എന്നുള്ള പറയാനായിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യും. നിലത്തിന്റെ മുകളിൽ, ഓൺ ദ ഫ്ലോർ അല്ലേ? ഓൺ ദ ഫ്ലോർ. ഇനിയോ കപ്പലിന്റെ മുകളിൽ, ഓൺ ദ കപ്പൽ. ഓൺ ദ കപ്പലല്ല, ഓൺ ദ ഷിപ്പ്. ഓൺ ദ ഷിപ്പ്. ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പലല്ല, ബോട്ട് വെച്ച ബോട്ടല്ലേ. ബോട്ട് നമ്മൾ മലയാളത്തിലും ബോട്ട് തന്നെ പറയാം. കപ്പലിനാണ് നമ്മൾ ഷിപ്പ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരു സ്ഥലത്തിന് മുകളിൽ എന്ന് പറയാൻ നമ്മൾ ഓൺ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഡേറ്റിന്റെ മുൻപിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഓണ് ഡേറ്റിന്റെ മുൻപിൽ. ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ 20, ഓൺ 20, അതായത് ഏത് ദിവസം, ഏതാണ് ഡേറ്റ് എന്ന് പറയും. അപ്പോൾ ഓൺ 19th March, ഓൺ 19th മാർച്ച് ഇങ്ങനെ പറയും. നമ്മൾ മാസം മാത്രമാണോ പറയുന്നതെങ്കിൽ ഇന്നാണ് കേട്ടോ പറയാം. ഇൻ ജാനുവരി, ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച് ഇങ്ങനെ പറയും, ഇങ്ങനെ പറയും. പക്ഷെ ഡേറ്റ് വരുമ്പോഴേക്കും നമ്മൾ അവിടെ ഓൺ ചേർക്കും. ഓൺ 5th January എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ജനുവരി. അപ്പോൾ ജനുവരി മാത്രമാണെങ്കിൽ ഇൻ ജനുവരി എന്ന് പറയും. പക്ഷെ ജനുവരി 5ാം തീയതി ആണെങ്കിൽ ആ തീയതിക്ക് മുൻപിലായിട്ട് നമ്മൾ ഓൺ ചേർക്കണം. അത് മനസ്സിൽ പിടിക്കണം. ഓൺ 5th January ഇങ്ങനെ പറയും. അപ്പൊ ഓൺ എവിടെ ചേർക്കുന്നു? ഓൺ എന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റിന്റെ ഫ്രണ്ടിൽ ചേർക്കുന്നു. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ എളുപ്പം ഒരു കാര്യം പറയാം. ഒരു കലണ്ടർ എടുക്കാം. നമ്മൾ കലണ്ടറിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? വർഷല്ലേ. ഈ വർഷത്തിന്റെ മൊത്തത്തിൽ നമ്മൾ ഇന്ന പറയാം. ഇൻ 2025, 2025. അതിന്റെ മുൻപിൽ നമ്മൾ ഇന്ന് ചേർക്കും. വർഷം കഴിഞ്ഞ പിന്നെ വരുന്ന മാസമാണ്. ആ മാസത്തിന്റെ മുൻപിൽ നമ്മൾ ഇന്ന് ചേർക്കും. ഓക്കെ. അപ്പൊ വർഷത്തിന്റെ ഫ്രണ്ടില് ഇന്ന് ചേർത്തു, മാസത്തിന്റെ ഫ്രണ്ടില് ഇന്ന് ചേർത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ മാസം കഴിഞ്ഞ പിന്നെ ആഴ്ചയാണ്. ആഴ്ചന്റെ മുൻപിലും നമ്മൾ എന്താ ചേർക്കുക? ഇന്നെ ചേർക്കുക. ഇൻ ദ സെക്കൻഡ് വീക്ക്, ഇൻ ദ ഫസ്റ്റ് വീക്ക് എങ്ങനെ പറയും? അപ്പൊ നമ്മൾ പറഞ്ഞു ആഴ്ചയുടെ ഫ്രണ്ടില് നമ്മൾ എന്ത് ചേർക്കും? ഇന്ന് ചേർക്കും. ആഴ്ചയുടെ ഫ്രണ്ടില് ഇന്ന് ചേർക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്നത് എന്താണ്? ആഴ്ച കഴിഞ്ഞ പിന്നെ ദിവസങ്ങളല്ലേ വരുന്നേ? ദിവസത്തിന്റെ ഫ്രണ്ടിലും ഡേറ്റിന്റെ ഫ്രണ്ടിലും നമ്മൾ എന്ത് ചേർക്കും? ഓണ് ചേർക്കും. ഓക്കെ. ഡേ ആൻഡ് ഡേയ്സ്. ഡേ ആൻഡ് ഡേയ്സ്. ഡേ എന്ന് വെച്ച് കഴിഞ്ഞാല് സൺഡേ, മൺഡേ, ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ഓൺ ചേർക്കും. ഓൺ മൺഡേ, ഓൺ സൺഡേ അല്ലേ? ഓൺ വെനസ്ഡേ. ഇങ്ങനെ ഡേയുടെ ഫ്രണ്ടിൽ നമ്മൾ ഓൺ ചേർക്കും. ഡേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഓൺ ചേർക്കും. ഡേറ്റ് ഏതാണ് വരുന്നത്? ഓൺ 5th, ഓൺ 6th, ഓൺ 7th. ഇങ്ങനെ ഡേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഓൺ ചേർക്കും. അപ്പോ ഡേറ്റും മാസം കൂടി വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഓൺ തന്നെ പറയണം. അത് ഓൺ 5th January, ഓൺ 5th ഫെബ്രുവരി ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഓണം ഇന്നും തമ്മിലുള്ള ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഒരു പെർട്ടിക്കുലർ സ്ഥലം പറയാനായിട്ടും പറയും. പിന്നെ അതുപോലെ തന്നെ സമയത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ അറ്റ് തന്നെ ചേർക്കും. കൃത്യം സമയം, ആ സമയത്ത് എന്ന് പറയാനായിട്ടാണ് നമ്മൾ അറ്റ് ചേർക്കുന്നത്. അറ്റ് 7 o'clock in the morning, at 8 o'clock in the evening. In the evening അല്ല കേട്ടോ, in the evening. അങ്ങനെ തന്നെ പറയണം. അപ്പൊ നമ്മൾ കൃത്യം ക്ലോക്കിന്റെ കൃത്യം സമയം പറയാനായിട്ട് നമ്മൾ അറ്റ് ചേർക്കണം. ഇനി ഇൻ ടൈം, ഓൺ ടൈം ഉണ്ട്. ഒരു സമയത്തിന് മുൻപേ ആണെങ്കിൽ ഇൻ ടൈം പറയും. ഇൻ ടൈം. അപ്പൊ ഞാൻ കല്യാണത്തിന് നേരത്തെ, അതായത് സമയത്തിന് മുൻപേ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയില്ല നമ്മള്. അപ്പോ ഐ വിൽ കം അല്ലെങ്കിൽ ഐ വിൽ ബി ദെയർ, ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ദെയർ ഇൻ ടൈം. ഞാൻ സമയത്തിന് കൃത്യസമയം എപ്പോഴാണോ അതിന് മുൻപേ തന്നെ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയാനാണ് നമ്മൾ ഇൻ ടൈം പറയാം. അല്ലെങ്കിൽ ഐ വിൽ കം ദെയർ ഇൻ ടൈം. ഇനി ഓൺ ടൈം ഉണ്ട്. ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയം എത്രയാണോ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ആ കൃത്യസമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ കൃത്യസമയം എന്നുള്ളത് അറ്റല്ലേ എന്നൊരു സംശയം വരും. അറ്റെന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? അവിടെ ഒരു ക്ലോക്ക് ടൈം പറയണം. പക്ഷെ ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യസമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ.
ഞാൻ ആ കൃത്യസമയത്ത് അവിടെ ഉണ്ടാവും എന്ന് പറയാൻ നമ്മൾ ഓൺ ടൈം പറയാം. ഐ വിൽ ബി ദെയർ ഓൺ ടൈം എന്ന് പറയും. ഓക്കെ, ഐ വിൽ ബി ദെയർ അറ്റ് ടൈം എന്ന് പറയാറില്ല, ഐ വിൽ ബി ദെയർ ഓൺ ടൈം എന്നാണ് പറയാം. ഓക്കെ, അറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്ലോക്ക് ചേർത്തിട്ട് സമയം പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് ഓണ് അറ്റിന്റെ ബേസിക് കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മെസ്സേജ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണാം. ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 കാര്യങ്ങളും പറയാം. ഒന്ന്, അവന് അവന് അവൾക്ക് എന്നൊക്കെ പറയാനായിട്ട് എന്താ? ഫോർ. എങ്ങനെ പറയാം? അവന് ഫോർ ഹിം, അവൾക്ക് ഫോർ ഹർ, അവൾക്ക് വേണ്ടി, അപ്പോഴും ഫോർ ഹർ. അവന് വേണ്ടി ഫോർ ഹിം. അപ്പൊ എന്നുള്ള അർത്ഥമുണ്ട്, വേണ്ടി എന്ന അർത്ഥമുണ്ട്, അർത്ഥമുണ്ട്. ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും അല്ലെ, കഴിക്കാൻ വേണ്ടി, അപ്പോ ഫോർ ഈറ്റ് പോരാ, ഈറ്റിംഗ്. അത് ഫോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ കഴിഞ്ഞ് നമ്മൾ വെർബ് പറയുകയാണെങ്കിൽ അവിടെ ING ഫോമിൽ തന്നെ പറയണം. ഓക്കെ, ING ഫോമിൽ തന്നെ പറയണം. കഴിക്കാൻ വേണ്ടി, കഴിക്കാൻ. അപ്പോ ഫോർ ഈറ്റിംഗ്. പോകാൻ വേണ്ടി, അല്ല അവിടെ ഫോർ ഹാവിംഗ് പറ്റും. എന്തുടാം, ഫോർ ഹാവിംഗ് ഇടാം, ഫോർ ഈറ്റിംഗ് ഇടാം. ഇനി പോകാൻ വേണ്ടി ഫോർ ഗോയിങ്. എഴുതാൻ വേണ്ടി ഫോർ റൈറ്റിംഗ്. താമസിക്കാൻ വേണ്ടി ഫോർ ലിവിംഗ്. ഇപ്പൊ ഞാൻ ഈ വീട്, ഇപ്പൊ ഞാൻ പറയാണ് ഈ വീട് താമസിക്കാൻ വേണ്ടി ഉള്ളതാണ്. അപ്പൊ എങ്ങനെ പറയാ? ദിസ് ഹൗസ് ഈസ് ഫോർ ലിവിംഗ്. അതാണ് അതിനർത്ഥം. ദിസ് ഹൗസ് ഈസ് ഫോർ ലിവിംഗ്. ഇത് താമസിക്കാൻ വേണ്ടി ഉള്ളതാണ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ വരിക. ഇനി ഓടിക്കാൻ വേണ്ടി ഫോർ ഡ്രൈവിംഗ്. ഇനിയോ ആശംസിക്കാൻ വേണ്ടി ഫോർ വിഷിംഗ്. എന്ത് കഴിഞ്ഞാലും ഫോർ എവിടെ ഉണ്ടോ അത് കഴിഞ്ഞ് വെർബ് ഇടുകയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, അവിടെ ING ഫോം ഇടും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ആശംസിച്ചതിൽ നന്ദി അല്ലേ, ഞങ്ങളെ ആശംസിച്ചതിൽ നന്ദി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫോർ വിഷിംഗ് എന്നാ പറയാം. താങ്ക് യു ഫോർ വിഷിംഗ് എന്ന് പറയും. അപ്പോഴും നമുക്ക് തോന്നും ആശംസിക്കാൻ വേണ്ടി എന്നല്ലേ, അങ്ങനെയല്ല, അത് ആശംസിച്ചതിൽ എന്ന് പറയാൻ നമ്മൾ ഫോർ തന്നെയാണ് ഇടുന്നത്. ആശംസിച്ച് കഴിഞ്ഞ അവിടെ അപ്പൊ ഫോർ വിഷ്ഡ് എന്ന് പറയില്ല, ഫോർ വിഷിംഗ് എന്നാ പറയാ. അത് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണ്. ഫോർ കഴിഞ്ഞാൽ എപ്പോ എവിടെ എന്ത് വെർബ് പറയുകയാണെങ്കിലും ING മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഫോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ING ഫോം പറയാൻ മറക്കരുത്. ഇതിന്റെ വാക്കുകളുടെ അർത്ഥം ഇതാണ്. അവന് വേണ്ടി, അവൾക്ക് വേണ്ടി, അതായത് ന ഉണ്ട്, ക്ക് ഉണ്ട്. നക്ക് വേണ്ടി, മീറ്റിംഗിന് ഫോർ ദ മീറ്റിംഗ്. പിന്നെ ക്ലാസ്സിന് ഫോർ ദ ക്ലാസ്. ഇത്രേ ഉള്ളൂ. ക്ലാസ്സിന് വേണ്ടി ഫോർ ദ ക്ലാസ്. അപ്പോൾ അതിനേ ഉള്ളൂ, നക്ക് വേണ്ടി. ഈ വാക്കുകൾ നമുക്ക് എവിടെ വരുന്നു അവിടെ നമ്മൾ ഫോർ ഇട്ടിട്ട് കാര്യം പറയണം. കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഇനി മുതല് അങ്ങോട്ട് ചെറുതൊക്കെ ഇതേപോലത്തെ കോൺവെർസേഷൻ ആവും വരുമ്പോ നമുക്ക് എന്തായാലും അത് വേണ്ട. അപ്പൊ നീക്ക് വേണ്ടി കേൾക്കുമ്പോ പെട്ടെന്ന് തലയിൽ ഫോർ വേണം. അതേപോലെ തന്നെ വെർബ് കൂട്ടുമ്പോ ING ഫോം വേണം. ഇതാണ് റൂള്. വെർബ് കൂട്ടുമ്പോ ING ഫോം വേണം. നീക്ക് വേണ്ടി വരുമ്പോ ഫോർ ഇടണം. ഇനി അടുത്തത് ഓഫ്. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റെ ഉടെ. ഇന്റെ അല്ലെങ്കിൽ ഉടെ രണ്ട് രീതിയിൽ വരും. അതായത് അവളുടെ, അവന്റെ. ഈ ഇന്റെ എന്നുള്ളതും ഉടെ എന്ന് പറയാൻ രണ്ടിനും നമ്മൾ ഓഫ് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ എങ്ങനെ പറയാ? അവളുടെ, ആണോ? അത് ഓഫ് ഇട്ടിട്ട് പറയുമ്പോ രണ്ടും ഉടെ എന്ന് വരാനും അവളുടെ ഡ്രോയിങ് ബുക്കാണ് ഇത്. അപ്പോ ഇത് അവളുടെ ഡ്രോയിങ് ബുക്കാണ്. This is drawing book of her. This is the drawing book of her. ഇങ്ങനെ പറയാം. അതായത് ഒരു കാര്യത്തിന്റെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വസ്തുവിന്റെ എന്ന് പറയാനായിട്ട് നമുക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യാം. കാറിന്റെ. ഫോർ കാറാ? ഓഫ് കാർ. അടി കിട്ടൂട്ടാ. ഓഫ് കാർ. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ. അപ്പൊ അതിന് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഓഫ് ചേർക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറയണേ, എന്റെ കാറിന്റെ നിറം വെള്ളയാണ്. The color of my car
ഈസ് ബ്ലാക്ക് അല്ലെങ്കിൽ വെള്ള പറഞ്ഞേ വൈറ്റ്. ദ കളർ ഓഫ് മൈ കാർ ഈസ് വൈറ്റ് അല്ലേ? അപ്പൊ ഇന്ത്യ എന്നവിടെ വന്ന കണ്ടില്ലേ, ഓഫ് ഇട്ടു അവളെ. എന്റെ വീടിന്റെ നിറം, എന്റെ വീടിന്റെ നിറം വൈറ്റ്. പറ. The color of my house അല്ലെങ്കിൽ ഹോം അല്ലേ? The color of my house എന്ന് പറയാം. അങ്ങനെ വീട് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുക. The color of my house is white. ഇങ്ങനെ പറയും. അത് എന്ത് വിട്ടിട്ട് പറയാട്ടോ? ഓഫ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ? വീടിന്റെ, കാറിന്റെ, എന്തൊക്കെയാണോ ഇന്ത്യയുടെ എവിടെ ഇടുന്നോ അവിടെയൊക്കെ നമുക്ക് ഓഫ് ഇടുന്നത്. ഓഫീസിന്റെ, കാറിന്റെ, ബൈക്കിന്റെ, സ്കൂട്ടിന്റെ, പാലിന്റെ വില കൂടുതലാണ്. ദ കോസ്റ്റ് ഓഫ് ദ മിൽക്ക് ഈസ് ഹൈ എന്നൊക്കെ പറയില്ലേ? എന്തിനും ഇന്ത്യയുടെ കിട്ടണോ? അപ്പൊ നമ്മൾ ഓഫിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഓഫ് എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തും ഇടാൻ പറ്റൂല. കാരണം ഒരു സെന്റൻസിൽ ഇന്ത്യയുടെ ഉണ്ടെങ്കിൽ അവിടെ ഓഫ് ഇട്ടണം. അവിടെയാണ് ഇടേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടു അറിയാം. ടു പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്തേക്ക്, ടു ദ മാർക്കറ്റ് അല്ലേ? പിന്നെ ടുവിന്റെ പ്രയോഗം വന്നപ്പോഴും നമ്മൾ ടു പഠിച്ചതാണ് അല്ലേ? അതുകൊണ്ട് ടു നമ്മൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ടു നിങ്ങൾക്ക് ഒരുവിധം അറിയാം എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എല്ലാ വാക്കുകളും എന്തായാലും ഈ വീഡിയോയിൽ ഒറ്റ സ്ട്രെച്ചിൽ പോവില്ല. അതുകൊണ്ട് 2 വാക്കുകളും കൂടി നമുക്ക് നോക്കാം. എമംഗ് ആൻഡ് ബിറ്റ്വീൻ. ഓക്കെ, നമ്മൾ 2 വസ്തുക്കളുടെ ഇടയിൽ എന്ന് പറയാനായിട്ട് നമുക്ക് ബിറ്റ്വീൻ എന്നാ പറയാം. എന്നുവെച്ചാല് ഇപ്പൊ എന്റെ ഇവിടെ ഒരു ബോളുണ്ട്, എന്റെ ഇപ്പുറത്ത് അച്ഛനുണ്ട്. അപ്പോ ഞാൻ അതിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഇടയിൽ, മധ്യത്തിൽ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ മധ്യത്തിൽ. അപ്പൊ നമ്മള് ബിറ്റ്വീൻ പറയും. അതായത് ഇപ്പൊ പറയണേ, ഷീ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ടു വാൾസ്. 2 ചുമരുകൾക്ക് ഇടയിലാണ് ഇവള് ഇരിക്കുന്നത് എന്ന് പറയില്ലേ? അതാണ് ബിറ്റ്വീൻ. ഇനി എമംഗ് എന്താ വെച്ചാല് കഴിയട്ടെ. ഓക്കെ, ഇനി ബിറ്റ്വീൻ എന്നുള്ളതിന് വേറെ 1-2 സെന്റൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. കാറുകളുടെ ഇടയിൽ എങ്ങനെ പറയും? സെന്റൻസ് ഇൻ ബിറ്റ്വീൻ ദ കാർ. അപ്പൊ നമ്മളവിടെ ഇന്നും കൂടി കൂട്ടി കൊടുക്കണം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ദ കാർ, കാറുകളുടെ ഇടയിൽ. ഇനിയോ വീടുകളുടെ ഇടയിൽ, 2 വീടുണ്ടെന്ന് വിചാരിക്കാം. ഇൻ ബിറ്റ്വീൻ 2 ഹൗസസ്, 2 വീടുകളുടെ ഇടയിൽ. ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. There is a tree in between 2 houses. 2 മരങ്ങളുടെ ഇടയിൽ 2 വീടുകളുടെ ഇടയിൽ ഒരു മരമുണ്ട്. ഓക്കെ, there is a tree in between 2 houses. അതേപോലെ പറയാണ്. ഇത് തീരട്ടോ, ഇത് തീർന്നിട്ട് പോയാ എമംഗിലേക്ക്. ഇത് എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് തീർക്കുന്നതാണ്. ബിറ്റ്വീൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 വസ്തുക്കൾ മാത്രമേ പാടുള്ളൂ. മൂന്നാമതൊരു വസ്തു വന്നു കഴിഞ്ഞാൽ അത് മാറും. ഇംഗ്ലീഷിന്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വളരെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും എന്നുള്ളതാണ്. മലയാളത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഇടയിൽ, അതിന്റെ ഇടയിൽ അല്ലെ, ആ വീടിന്റെ ഇടയിൽ ഇത്രയൊക്കെ കേൾക്കുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ 2 വസ്തുവാണോ, 2-ൽ കൂടുതൽ വസ്തു ഉണ്ടോ, ഇതൊന്നും നമ്മൾ അത്ര സ്പെസിഫിക് ആയിട്ട് പറയില്ല മലയാളത്തിൽ. പക്ഷെ ഇംഗ്ലീഷിൽ അത് പറയും. അപ്പൊ 2 വസ്തുക്കളുടെ ഇടയിൽ എന്ന് പറയാനായിട്ട് ബിറ്റ്വീൻ എന്ന് തന്നെ പറയും. ഇനി എമംഗ്. എമംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, അപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, ഇങ്ങനെ കൊറേ പേരെന്റെ ചുറ്റും ഇരിക്കുകയാണ്, ഞാൻ അതിന്റെ നടുക്കും ഇരിക്കുക. അപ്പൊ നമ്മള് ആ ഒരു കൂട്ടത്തിൽ എന്നാണ് അതിനർത്ഥം. ആ കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മൾ എമംഗ് പറയണം. എന്റെ ചുറ്റും കൊറേ ആൾക്കാരുണ്ട് വിചാരിച്ചോ. ഇതിപ്പോ ഞാനാണ് വിചാരിച്ചോ. അപ്പൊ ഞാൻ അതിന്റെ നടുക്ക് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിലാണ് അല്ലെ? അപ്പൊ ആ കൂട്ടത്തിലാണ്, ആ നടുവിലാണ്. അപ്പൊ നമ്മൾ എമംഗ് പറയണം. അപ്പൊ എങ്ങനെ പറയാ? ജനങ്ങളുടെ ഇടയിൽ എന്നെങ്ങനെ പറയാ? ജനങ്ങൾ ഒരു കൂട്ട ആൾക്കാരല്ലേ? അതെ. അപ്പോ എമംഗ് ദ പീപ്പിൾ. പീപ്പിൾസ് ഉണ്ടോ? ഇല്ല, പീപ്പിളേ ഉള്ളൂ അല്ലെ? ഇനി കുട്ടികളുടെ ഇടയിൽ എമംഗ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ ഇടയിൽ. ഇനിയോ കുറെ വാഹനങ്ങളുടെ ഇടയിലാണെങ്കിലോ among the vehicles. അപ്പൊ നമ്മള് വെഹിക്കിൾസ് എന്ന് പറയണം. ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുണ്ട്, among the vehicles എന്ന് പറയും. പക്ഷെ ഈ ചിൽഡ്രൻ പീപ്പിളും ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ നമ്മളവിടെ എസ് ചേർക്കില്ല. കാരണം ആ എസ് ചേർത്ത് കഴിഞ്ഞാൽ എന്താവും അറിയോ? അത് ജനങ്ങളുടെ എന്നാവും.
ജനങ്ങളുടെ, കുട്ടികളുടെ. ഇനിയിപ്പത്തെ ജനങ്ങളുടെ എന്തേലും ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് ജനങ്ങളുടെ കാറുകളാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അപ്പൊ അവിടെ കൊണ്ടുപോയി പീപ്പിൾന്ന് മാത്രം ഇടരുത്, പീപ്പിൾസ്. അപ്പൊ ഒരു സംശയം വന്നു, നേരത്തെ ഓഫ് പറഞ്ഞില്ലേ, അപ്പോഴല്ലേ ജനങ്ങളുടെ ഉടേ എന്ന് കിട്ടാനായിട്ട് നമ്മൾ ഓഫ് ഇട്ടു, അപ്പൊ പിന്നെ എന്തിനാ എസ് ഇടുന്നത് എന്നൊരു സംശയം വരും. അത് സിമ്പിൾ ആയിട്ടുള്ള സംശയമാണ്. ഈ ഓഫ് എന്ന് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഓഫ് ദ പീപ്പിൾ എന്ന് പറയാം, എന്ന് വെച്ചാലും ജനങ്ങളുടെ എന്നാണ്. ഇനി പീപ്പിൾസ് എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ എന്നാണ്. അതായത് ചില സംഭവങ്ങൾ നമ്മൾ എസ് ഇടും, ഒരു കോമ ഇട്ടിട്ട് എസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ, ആ വസ്തുവിൻ്റെ എന്നാണ്. കോമ ഇട്ടിട്ട് എസ് ആണെങ്കിൽ അത് ആ വസ്തുവിൻ്റെ എന്നാണ്. ഇനി കോമ ഇല്ലാതെ എസ് വരൂലേ, അതാണ് അതിനെ പ്ലൂരൽ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ മാംഗോ, മാംഗോ എന്ന് എടുത്തിട്ട് മാങ്ങ അല്ലെ, ഈ മാങ്ങകൾ എന്ന് കിട്ടാനായിട്ട് മാംഗോസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്ന് പറയാനായിട്ട് എഗ്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഈ മാങ്ങ അല്ലെങ്കിൽ മുട്ട എന്ന് എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ടാണ് നമ്മൾ എസ് ഇടുന്നതെങ്കിൽ മുട്ടയുടെ, മാങ്ങയുടെ എന്ന് വരും. അതാണ് ഓഫും, ഓഫ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നതും കോമ ഇട്ടിട്ട് എസ് ഇട്ടിട്ട് ഇന്ത്യ എന്ന് പറയുന്നതിനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് യമങ് ആണ്. യമങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിൽ, ആ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിന് നമ്മൾ യമങ് എന്ന് തന്നെ പറയണം. കുറെ വൃക്ഷങ്ങളുടെ മധ്യത്തിൽ ഒരു കൂട്ടുണ്ടോ, അതായത് മൂന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കൂട്ടം ആയിട്ട് കൂട്ടാം. രണ്ടിൽ കൂടുതലല്ല, മൂന്നിൽ കൂടുതൽ. രണ്ടെണ്ണാണെങ്കിൽ എന്തായാലും ഇൻ ബിറ്റ്വീൻ വരും. ഇനി നമ്മൾ ഇടയിൽ എന്ന് പറയാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ രണ്ടെണ്ണം കാണിച്ചിട്ടാണ് ഇടയിൽ എന്ന് പറയാം. രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കൂട്ടത്തിൽ എന്നാ പറയും. അപ്പൊ രണ്ടിൽ കൂടുതലുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ എമങ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് പറയാൻ നോക്കാം. ഓക്കെ, അപ്പൊ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാണ്, അല്ല നീ എവിടെയാണ്? ഞാനുണ്ടല്ലോ, ഞാന് ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് എന്ന് പറയും അല്ലേ. I am among the children. I am among the children. ഞാൻ ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം ഗൈസ് നമുക്ക് ഈ ഒറ്റ വീഡിയോ തന്നെ അത് ഫുൾ പറയുകയാണെങ്കിൽ തന്നെ തീരൂല. അതിന് നമുക്ക് കുറെ വാക്കുകൾ പറയാനുണ്ട്. ക്രോസ് ഉണ്ട്, എലോങ് ഉണ്ട്, പിന്നെ ബിസൈഡ് ഉണ്ട്, പിന്നെ ബിഹൈൻഡ് ഉണ്ട്, കുറെ വാക്കുകളുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങള് സ്പീക്കിംഗ് ചാലഞ്ചിന്റെ ഫസ്റ്റ് പാർട്ട് മുതൽ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ. ഇതൊരു സ്പീക്കിംഗ് സീരീസ് ആണ്, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാം എന്നുള്ളതിന്റെ സീരീസിൽ തുടക്കത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ഫ്രാഗ്രൻസ്, എക്സ്ട്രാ മേമ്പൊടിയാണ് ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് ഒക്കെ. കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചൊന്ന് പഠിക്കുക. ഇത് ലോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ നേരം കണ്ടുപിടിക്കേണ്ടി വരും, അതേപോലെ തന്നെ ബോറും അടിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.